ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഒരു തുള്ളി എണ്ണയില്ലാതെ നമുക്ക് ഒരു ഫിഷ് ഫ്രൈ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എയർ ഫ്രയറിലാണ് ഞാനിപ്പോൾ ഫിഷ് റെഡിയാക്കി എടുക്കുന്നത്. നല്ല ജ്യൂസി ആയിട്ടുള്ള അടിപൊളി ഫിഷ് ഫ്രൈ ഒരു തുള്ളി എണ്ണയില്ലാണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു മീനിനെ ഇതുപോലെ ഒന്ന് ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഇതുപോലെ ഒന്ന് വരഞ്ഞ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അകത്തുനിന്നൊക്കെ വേസ്റ്റ് എടുത്ത് മാറ്റി നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു നാരങ്ങ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഫുള്ളൊന്ന് അതിൻ്റെ ജ്യൂസ് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നാരങ്ങ വേണമെങ്കിൽ നമ്മുടെ മസാല മിക്സ് ചെയ്യുന്ന സമയത്ത് അതിലൊഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഫിഷിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ നാരങ്ങ നീരിനെ ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഫുള്ള് എല്ലാ ഭാഗത്തും എത്താൻ പാകത്തിന് നമുക്ക് ഈ ലൈം ജ്യൂസ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലൊക്കെ ആവശ്യമായിട്ടുള്ളത് കുരുമുളക് പൊടി വേണം, ആവശ്യത്തിന് ഉപ്പ് വേണം, മുളക് പൊടി, പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മല്ലിപ്പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ച പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളമായി പോകരുത്. നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മുടെ ഫിഷിൻ്റെ മുകളിലൂടെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും എത്താൻ പാകത്തിന് നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഫിഷിനെ കീറി അതിൻ്റെ വയറിൻ്റെ അകത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഫുള്ളായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാൻ രണ്ട് വശത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മസാല പിടിക്കുന്നതിനായിട്ട് നമുക്കൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു തുള്ളി എണ്ണ പോലും നമ്മൾ ഈ മസാലയിലും ചേർത്തിട്ടില്ല. നമുക്കിനി ഫ്രൈ ചെയ്യാൻ നേരത്തും എണ്ണ വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ അരമണിക്കൂർ ഇനി ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതുപോലെ ഒന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് എയർ ഫ്രയർ ഒന്ന് പരിചയപ്പെടാം. ഞാനിത് ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ ഉണ്ട്, ഇത് ശരിയാവുമോ എന്നുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയാണെന്നൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ അടുപ്പ് ഇങ്ങനെ തുറന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഫിഷിനെ ഇതുപോലെ വച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ശരിക്കും ടൈറ്റ് ആയാലാണ് കേട്ടോ ഇത് ഓണാവുള്ളൂ. അപ്പോൾ ഞാൻ ഓണാക്കിയപ്പോൾ ഓണായില്ല, കാരണം അത് കറക്റ്റായിട്ട് ടൈറ്റായിട്ടുണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫിഷിൻ്റെ ഫംഗ്ഷനിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫിഷിൻ്റെ ഫംഗ്ഷനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 180 ഡിഗ്രിയും 20 മിനിറ്റുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുകൾഭാഗമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് അടിഭാഗം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവാത്തതുപോലെ തോന്നി. അപ്പോൾ ഞാനിതിനെ തിരിച്ച് വെച്ചിട്ട് ഒന്നുകൂടി ഒരു 10 മിനിറ്റ് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടൊരു 10 മിനിറ്റ് ഞാൻ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഫിഷിൻ്റെ ഫംഗ്ഷനിൽ തന്നെ ഇട്ടിട്ട് ഞാൻ ടൈം കുറച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ ടൈം ഞാനൊരു 10 ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഓൺ ചെയ്യാം കേട്ടോ. ഞാൻ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു തുള്ളി എണ്ണ വരെ ചേർക്കാതെ നല്ല അടിപൊളി ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എയർ ഫ്രയറിൽ എണ്ണയില്ലാതെ നമുക്കിതുപോലെ ഫിഷും ചിക്കനും ഒക്കെ വറുത്തെടുക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.